ഇനി അമ്പലപ്പുഴ മണ്ഡലമാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അമ്പലപ്പുഴ മണ്ഡലം എന്ന് പറയുന്നത് 6 ലോക്കൽ ബോഡി ഉള്ളതാണ്. ആലപ്പുഴ മുനിസിപ്പാലിറ്റിയും 5 പഞ്ചായത്തോടെ കൂടുന്നതാണ്. അത് ഈ നമ്മൾ ലാസ്റ്റ് അനലൈസ് ചെയ്ത പല ഇടുക്കിയും പത്തനംതിട്ടയൊക്കെ 10-12 ലോക്കൽ ബോഡി ഉള്ളപ്പം ഇതൊക്കെ ചെറിയ മണ്ഡലങ്ങളാണ് അമ്പലപ്പുഴ. അതിന്റെ വോട്ട് നോക്കുവാണെങ്കിൽ LDF 34%, 1/3 വോട്ട് പിടിച്ചിട്ടുണ്ട്. 45,381. LDF സ്ലൈറ്റ് മാർജിനിൽ കൂടുതലാണ്. തുല്യശക്തികൾ എന്ന് പറയാം. LDF UDF 45,000 വോട്ടോളം അവരും പിടിച്ചിട്ടുണ്ട്, 33.8. BJP ശക്തമായ സാന്നിധ്യം 25,000 വോട്ട് പിടിച്ച് 20% വോട്ട് പിടിച്ച് 26,000 വോട്ട് അവർക്കുണ്ട്. അതേഴ്സ് 12.5%. 16,000 വോട്ട് സ്വതന്ത്രർ അവിടെ വെളിയിൽ മാറിക്കിടപ്പുണ്ട്. പിന്നെ നമ്മൾ മെമ്പർമാർ നോക്കുകയാണെങ്കിൽ LDF 47 മെമ്പർമാരുള്ളപ്പോൾ UDF 43 ആണുള്ളത്. BJPക്കും 18 മെമ്പർമാരുണ്ട്, അതേഴ്സ് 11 ഉണ്ട്, സ്വതന്ത്രമായിട്ട് 11 ഉണ്ട്. അപ്പൊ എഫക്റ്റീവ്ലി ഈ ചെറിയ മാർജിനിൽ ലോക്കൽ ബോഡി ഉള്ളതിനെല്ലാം ഞാൻ ഈ LDF UDF ആണ്. LDFന്റെ ഭരണഘടന വിരുദ്ധത ഉണ്ടെന്ന് തന്നെയാണ് നമ്മുടെ അനുമാനം. പിന്നെ അതിന്റെ സ്ഥാനാർത്ഥികൾ നോക്കുകയാണെങ്കിൽ HSL CPMന്റെ സിറ്റിംഗ് MLA തന്നെയാണ് മത്സരിക്കുന്നത്. G. സുധാകരൻ ഇപ്പം കോൺഗ്രസിൽ നിന്ന് സ്വതന്ത്രമായിട്ട് മത്സരിക്കാൻ പോയി. അദ്ദേഹത്തെ UDF സപ്പോർട്ട് ചെയ്യുകയാണ്. അപ്പൊ G. സുധാകരൻ കമ്മ്യൂണിസ്റ്റ് നേതാവ് അവിടെ UDFന് വേണ്ടിയാണ് കളത്തിലിറങ്ങുന്നത്. BJPയുടെ ആരുടെ വിരുദ്ധനും ഉണ്ട്. അപ്പം കാര്യമായ BJPയുടെ വോട്ട് പിടിക്കുന്നേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ ഒരു ഇതില് UDF G. സുധാകരൻ ഈ അമ്പലപ്പുഴ മണ്ഡലം ജയിക്കുമെന്നാണ് എൻ്റെ ഒരു അനാലിസിസ്. കാരണം ഒരു 5,000 വോട്ടോളം LDFന്റെ ഭരണവിരുദ്ധത കാരണം കുറയും. പിന്നെ അതേപോലെ G. സുധാകരൻ 5,000 വോട്ടിൽ LDFന്റെ പിടിക്കും. അതെല്ലാം കൊണ്ടൊരു 10,000 വോട്ടോളം LDFന് കുറവ് വരും. ഇവിടെയും ചിലപ്പോൾ സാധ്യതകൾ വെച്ച് BJPക്ക് ഒരു വോട്ട് ഷെയർ നേടാൻ പറ്റുമെങ്കിൽ BJPക്ക് ഒരു സെക്കൻഡ് എത്താനാണ്. 25,000, 30,000, 35,000 വോട്ടോളം എത്തിക്കഴിഞ്ഞാൽ ചിലപ്പം G. സുധാകരൻ ഒത്തിരി വോട്ട് LDFന്റെ പിടിച്ചു കഴിഞ്ഞാൽ BJP സെക്കൻഡ് എത്താൻ പറ്റുന്ന സാധ്യതയുണ്ട്. അപ്പൊ എന്തായാലും ഞാൻ അമ്പലപ്പുഴ UDFന് അനുകൂലമായിട്ട് വിധി എഴുതുമെന്നാണ് എൻ്റെ ഒരു അനാലിസിസ്.